ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ CRPF ഫിസിക്കൽ ടെസ്റ്റിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ വീഡിയോയിൽ നമുക്ക് റിട്ടേൺ എക്സാമിനെ പറ്റിയും മെഡിക്കൽ എക്സാമിനെ പറ്റിയും നോക്കാം. റിട്ടേൺ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ PSC ടെസ്റ്റ് പോലെയല്ല, മൈനസ് മാർക്ക് വീഴാറില്ല. അതായത് മൈനസ് മാർക്ക് എന്ന് വെച്ചാൽ 5 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ 4 എണ്ണം ശരിയും ഒരെണ്ണം തെറ്റുമാണെങ്കിൽ നമുക്ക് ആ 4 എണ്ണത്തിന് ഒരു പോയിൻ്റ് അടിസ്ഥാനത്തിൽ മാർക്ക് കിട്ടും. നേരെ തിരിച്ച് ഒരെണ്ണം നമുക്ക് ശരിയും 4 എണ്ണം നമുക്ക് തെറ്റുമാണെങ്കിൽ ആ മാർക്ക്, ശരിയായ മാർക്ക് നമുക്ക് ആ ഒരെണ്ണത്തിൻ്റെ മാർക്ക് കിട്ടത്തില്ല. അത് ആ 4 എണ്ണം തെറ്റിയതുകൊണ്ട് അതിൻ്റെ ഇതിലോട്ട് മാറി അത് ഒരു മൈനസ് മാർക്കായിട്ട് മാറും. അതായത് അവിടെ 0 മാർക്കായിരിക്കും, ഒരു മാർക്കും കിട്ടില്ല എന്നർത്ഥം. അപ്പം അങ്ങനെയല്ല CRPFൻ്റേത്. CRPFൻ്റെ എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ 100 ക്വസ്റ്റ്യൻ തന്നിട്ട് ആ 100 എണ്ണത്തിൻ്റെയും ആൻസർ ശരിയാണെങ്കിൽ 100 മാർക്ക്. അതായത് നമ്മൾ എത്ര മാർക്ക് ശരിയാക്കുന്നോ അത്രയും മാർക്ക് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇത്. അത്ര വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ടെസ്റ്റുകളൊന്നും വലിയ ടഫും ആയിരിക്കത്തില്ല, എന്നാൽ സിമ്പിളും ആയിരിക്കത്തില്ല. ആ രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു ഇതായിരിക്കും നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ബുക്ക് സ്റ്റാളിലൊക്കെ കിട്ടും ടെസ്റ്റുകൾ. അതായത് ഇപ്പോൾ കോൺസ്റ്റബിൾ തസ്തികയിൽ കയറുന്നതായാലും അല്ലെങ്കിൽ SI തസ്തികയിൽ കയറുന്നതിൽ ഏത് പോസ്റ്റിൽ കയറുന്ന ആൾക്കാർക്കായാലും അതിനനുസരിച്ചുള്ള ടെസ്റ്റുകളൊക്കെ ബുക്ക് സ്റ്റാളിൽ നിന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അത് ടെൻഷൻ ആവേണ്ട ഒരു കാര്യവും വരുന്നില്ല അവിടെ. പിന്നെ രണ്ടാമത്തേതെന്ന് വെച്ചാൽ മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ മെയിനായിട്ട് നോക്കുന്നത് വെരിക്കോസ് വെയിൻ നോക്കും. പിന്നെ നമുക്ക് എക്സ്റേ, ECG. പിന്നെ നമുക്ക് ഇപ്പോൾ കാലോ കയ്യോ ഒക്കെ ഒടിഞ്ഞിട്ട് നമ്മൾ നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തെങ്കിലും അത് കുറച്ച് വളവും തിരിവായിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും അക്സെപ്റ്റ് ആക്കത്തില്ല. പിന്നെ ഈ പറഞ്ഞ ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഔട്ടാവും. കാരണം നമുക്കിപ്പം ECGയിലോ എക്സ്റേയിലോ ഒക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഈ കണ്ണിൻ്റെയും പിന്നെ ചെവിയുടെയൊക്കെ അങ്ങനെ കുറച്ച് നോർമലായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ണിൻ്റെ എന്ന് പറഞ്ഞാൽ അതും കുറച്ച് ശ്രദ്ധിക്കണം. കണ്ണിൻ്റെ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ദൂരെ കൂട്ടി വായിപ്പിക്കുന്ന സമയത്ത് അവർ പറയും, ഈ കണ്ണ് അടച്ചിട്ട് ഈ കണ്ണുകൊണ്ട് വായിക്കാൻ പറയും. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ കണ്ണിനെ അടച്ചിട്ട് വായിക്കാൻ പറയുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ പിടിക്കാൻ പാടില്ല. അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നിട്ട് ഇപ്പം നമ്മൾ പ്രസ് ചെയ്ത് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് അവർ പിന്നെ പറയും ഈ കണ്ണ് അടച്ചിട്ട് ഈ കണ്ണുകൊണ്ട് വായിക്കാൻ പറയും. അപ്പം നമ്മൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് കുറച്ചൊരു നോർമൽ സ്വാഭാവികമായിട്ട് ഒരു മങ്ങൽ എന്തായാലും സംഭവിക്കും. അപ്പോൾ ആ മങ്ങൽ കാരണം നമുക്കൊന്ന് വായിക്കാൻ ഒരു വ്യക്തതയില്ലാത്ത പോലെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഔട്ടാവും. അപ്പോൾ അത് റീമെഡിക്കലിലോട്ടൊക്കെ പോവും. അപ്പോൾ അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അന്നൊന്നും ഞാൻ നേരത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ആരും അങ്ങനെ ഇതിനെപ്പറ്റി ഒരു അറിവും എനിക്ക് ഇങ്ങനെ ഒഴിവ് കണ്ടു അതിൽ അപ്ലൈ ചെയ്തു കയറി എന്നല്ലാതെ ഇങ്ങനെ നമുക്ക് ഒരു ഐഡിയ പോലും ഇല്ലായിരുന്നു ഇതിനെപ്പറ്റി. അപ്പം അതുകൊണ്ട് എനിക്കതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ റിട്ടേണും പിന്നെ മെഡിക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അത് പാസ്സായി പിന്നെ നമ്മൾ ആ ജോലി കിട്ടിയെന്നാണ് അർത്ഥം. ഈ 3 ടെസ്റ്റ്, അതായത് ഫിസിക്കൽ ടെസ്റ്റ്, പിന്നെ മെഡിക്കൽ ടെസ്റ്റ്, റിട്ടേൺ എക്സാം, ഈ 3 ടെസ്റ്റുകളാണ് ഉള്ളത്. ഇത് എല്ലാം നമ്മൾ പാസ്സായാൽ നമുക്ക് ജോലി കിട്ടി. അപ്പോൾ ഇനി ജോലി കിട്ടിയിട്ട് പിന്നെ നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നത്, നമ്മളിപ്പം കേരളത്തിൽ പള്ളിപ്പുറമാണല്ലോ GC, അവിടെ ആയിരിക്കും നമുക്ക് ചെല്ലേണ്ടത്. അപ്പോൾ അവർ വിളിക്കും ഏത് ഡേറ്റിനാണ് വരേണ്ടതെന്നൊക്കെ ഉള്ളത് അവർ നമ്മളെ വിളിക്കും. അപ്പോൾ ആ ഡേറ്റിന് നമ്മൾ അവിടെ ചെന്ന് ജോയിൻ ചെയ്യുക. ഇനി ജോയിൻ ചെയ്ത് അവിടെ തൊട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്നെക്കാളും എക്സ്പീരിയൻസൊക്കെ ആയിട്ടുള്ള ഒത്തിരി മാഡംസൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവരുടെ അനുഭവങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടിയൊക്കെ അങ്ങനെയല്ല കുറച്ച് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ അവരൊരു എക്സ്പീരിയൻസിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറച്ചൊക്കെ ഇതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ലാത്ത ആൾക്കാർക്ക് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ അത് അനുഭവിച്ചതാണ്. നല്ലതായിട്ട് ഒരു ഐഡിയ ഇല്ലാതെ കയറേണ്ട ഒരു അവസ്ഥ, ആ സമയത്തൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ, എന്താണ് എങ്ങനെയായിരിക്കും ടെസ്റ്റ് എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഒരു ഹെൽപ്പ് ആകും എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ
എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുവരെ ബൈ ബൈ.